സർവേഷാം സ്വാഗതം. സഹസ്രനാമ പഠനം, വിഷ്ണു സഹസ്രനാമ പഠനം കുർമഃ. അസ്തു തത്ര പഞ്ചവിംശതിതമം ശ്ലോകം പഠിതവന്തഃ. അനന്തരം സപ്തവിംശതിതമം ശ്ലോകം പഠാമः. षड्विंशतितमं श्लोकं पठामः. सुप्रसादः प्रसन्नात्मा विश्वधृक् विश्वभुक् विभुः सत्कर्ता सत्कृतः साधु जह्नु नारायण नर सुप्रसाद प्रसन्नात्मा सुप्रसाद प्रसन्नात्मा सुप्रसाद प्रसन्नात्मा सुप्रसाद प्रसन्नात्मा सुप्रसाद प्रसन्नात्मा विश्वधृक् विश्वभुक् विभुः विश्वधृक् विश्वभुक् विश्वधृग् विश्वभुक् विश्वधृग् പിന്നെ വിശ്വ വിശ്വധൃഗ് വിശ്വഭുക് വിശ്വധൃഗ് വിശ്വഭുക് വിഭു ഭുഗ് വിഭു. അപ്പോഴ് വിശ്വധൃഗ് വിശ്വഭുഗ് വിഭു വിശ്വധൃഗ് വിശ്വഭുഗ് വിഭു വിശ്വധൃഗ് വിശ്വഭുഗ് വിഭു വിശ്വധൃഗ് വിശ്വഭുഗ് വിഭു സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃഗ് വിശ്വഭുഗ് വിഭു സത്കർത്താ സത്കൃത സാധു സത്കർത്താ സത്കൃത പിന്നെ സത്കൃത എന്നുള്ള വിസർഗവും സാധു കൂടുന്ന സമയത്ത് വിസർഗം സകാരായിട്ട് സത്കൃത സാധു എന്നാവും. സത്കർത്താ സത്കൃത സാധു സത്കർത്താ സത്കൃത സാധു സത്കർത്താ സത്കൃത സാധു പിന്നെ ജഹ്നു. അത് ജഹ്നു എന്ന് പറയുമ്പോ ഹ് ന് ഉ വിസർഗം ജഹ്നു, അതാണ് ജഹ്നു എന്ന് വായിക്കുക. ബ്രാഹ്മ എന്ന് എഴുതുന്നത് ബ്രാഹ്മ എന്ന് വായിക്കുന്നത് പോലെ ജഹ്നു എന്നുള്ളത് ജഹ്നു എന്നാണ് വായിക്കുക. സത്കർത്താ സത്കൃത സാധു പിന്നെ ജഹ്നു. അത് കൂടുന്ന സമയത്ത് സാധു എന്നുള്ള വിസർഗം എന്നായിട്ട് മാറി സാധുർ ജഹ്നുർ എന്നാവും. സാധുർ ജഹ്നു എന്നാവും. അപ്പൊ സാധുർ ജഹ്നു
ജഹ്നു. പിന്നെയുള്ളത് നാരായണ. നാരായണ. ജഹ്നുർ നാരായണ എന്നാവും. നാരായണ. ജഹ്നു വിസർഗം എന്നായിട്ട് ജഹ്നുർ നാരായണ. പിന്നെ നാരായണ എന്നുള്ള വിസർഗം ഓകാരായിട്ട് ജഹ്നുർ നാരായണോ എന്നാവും. അടുത്തത് നര. ജഹ്നുർ നാരായണോ നര. ജഹ്നുർ നാരായണോ നര. ജഹ്നുർ നാരായണോ നര. സത്കർത്ത സത്കൃത സാധുർ. ജഹ്നുർ നാരായണോ നര. സുപ്രസാദ പ്രസന്നാത്മാ. വിശ്വധൃഗ് വിശ്വഭുഗ് വിഭു. സത്കർത്ത സത്കൃത സാധുർ. ജഹ്നുർ നാരായണോ നര. അതിലെ ഓരോരോ ഇതായിട്ട് നമുക്ക് നോക്കാം. ആദ്യം സുപ്രസാദ. സുപ്രസാദ. പ്രസാദ. പ്രസാദ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സന്തോഷം, നന്മകള് എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ പ്രസാദ, പ്രസാദം ആയിട്ടുള്ളതിനെ ഒക്കെ തരുന്നയാള്. സുപ്രസാദം, നല്ല നല്ല കാര്യങ്ങളൊക്കെ സു ആയിട്ടുള്ള പ്രസാദങ്ങൾ, നന്മകളൊക്കെ തരുന്നയാള് എന്നൊക്കെ അർത്ഥമാണ് സുപ്രസാദ. അപ്പൊ അവിടെ നാമാവലിയായിട്ട് വരുമ്പോ സുപ്രസാദായ നമ എന്ന് വരും. സുപ്രസാദ. അടുത്തത് പ്രസന്നാത്മാ. പ്രസന്നമായ ആത്മാവോട് കൂടിയ ആളാണ് പ്രസന്നാത്മാ. ഇവിടെ സുപ്രസാദ എന്നുള്ളത് അകാരാന്തം തന്നെയാണ്. അതിന്റെ ചതുർത്ഥി സുപ്രസാദായ. സുപ്രസാദായ നമ. അടുത്തത് പ്രസന്നാത്മാ എന്ന് വരും. ആത്മാവ് പ്രസന്നമായിട്ടുള്ള ആള്, പ്രസന്നമായ ആത്മാവോട് കൂടിയ ആള്. പ്രകർഷേണ സൻ, പ്രസന്നൻ. അതായത് നല്ല തരത്തിലുള്ള എന്നർത്ഥം. പിന്നെ രണ്ടു തരത്തിൽ പറയാം. നല്ല കൃത്യമായിട്ട് ഉള്ള നല്ല മനസ്സ് ഉള്ളയാള് എന്നൊരർത്ഥം. പിന്നെ പ്രസന്നമായ ആത്മാവ് എന്ന് പറയുമ്പോ പ്രസന്നം എന്നുള്ളതിന് സന്തോഷമുള്ളത് എന്നർത്ഥമുണ്ട്. ആത്മാവ് അപ്പോ സന്തോഷമുള്ള ആത്മാവോട് കൂടിയ ആള്. അപ്പോ എപ്പോഴും സന്തോഷമുള്ളയാള്, ആനന്ദകരമായിട്ടുള്ള പ്രകൃത്യാ ആനന്ദം, ആനന്ദകരമായ പ്രകൃതിയോട് കൂടിയവൻ, പ്രകൃതമുള്ളവൻ എന്നർത്ഥം. അപ്പൊ അവിടെ പ്രസന്ന ആത്മാ എന്നുള്ളത് നകാരാന്താണ്. ആത്മാ, ആത്മാനവും ആത്മാന, അത് ആത്മനേ എന്നാണ് വരിക. പ്രസന്ന ആത്മനേ എന്ന് വരും. സുപ്രസാദായ എന്ന് വരും. പിന്നെ പ്രസന്നാത്മനേ എന്ന് വരും. പ്രസന്നമായ ആത്മാവോട് കൂടിയ ആള് പ്രസന്നാത്മാ. അടുത്തത് പ്രസാദ പ്രസന്നാത്മ. വിശ്വധൃക്. ധൃക്, വിശ്വധൃക്, വിശ്വത്തെ ധൃക് ആയിട്ടുള്ള ആള്. ധൃക് എന്ന് പറയുമ്പോ ധരിക്കുക എന്നൊക്കെ അർത്ഥമാണ് വരിക. വിശ്വത്തെ ധരിച്ചയാള്. ധരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വത്തെ മുഴുവൻ ധരിക്കുക. അതിനെ ഉള്ളിൽ ധരിക്കാം, എന്നിട്ട് പുറത്തേക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കുന്നയാൾ എന്നൊക്കെ അർത്ഥം എടുക്കാം. അതായത് നമ്മുടെ ഉള്ളിൽ ഉള്ള സാധനത്തിനെയാണല്ലോ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുക.
അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വധൃക് എന്നുള്ളതിന് വിശ്വത്തെ സൃഷ്ടിച്ചയാൾ എന്നൊരർത്ഥം വേണമെങ്കിൽ കണക്കാക്കാം. വിശ്വധൃക് അതായത് വിശ്വത്തിന്റെ ഉള്ളില് വിശ്വത്തെ ഉള്ളിൽ ധരിച്ചിട്ടുണ്ടെങ്കിലല്ലേ ആ വിശ്വത്തെ സൃഷ്ടിക്കാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് വിശ്വത്തെ ധരിച്ചയാൾ എന്നുള്ള അർത്ഥത്തില് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നുള്ള അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം. വിശ്വധൃക്. ഈ ധൃക് എന്നുള്ളത് ശകാരാന്തായിട്ടുള്ള രൂപമാണ്. വിശ്വധൃശേ എന്ന് വരും രൂപം. വിശ്വധൃശേ എന്ന് വരും രൂപം. വിശ്വധൃക്, വിശ്വധൃശേ. അത് ഷേ എന്ന് വരില്ല. അതുകൊണ്ട് അതിന്റെ ഒരു മൂർധന്യാദേശം വിശ്വധൃഷേ എന്ന് വരും. ശകാരാന്താണെങ്കിലും അത് വിശ്വധൃഷേ എന്നാണ് രൂപം വരിക. ധൃക്, ധൃശോ, ധൃശ. അപ്പൊ അവിടെയൊക്കെ ഒരു ചെറിയൊരു ആദേശം വന്നിട്ട് വിശ്വധൃഷേ എന്ന് വരും. വിശ്വധൃഷേ നമ. പ്രസന്നാത്മനേ. അപ്പോ സുപ്രസാദായ നമ, പ്രസന്നാത്മനേ നമ, വിശ്വധൃഷേ നമ എന്ന്. അടുത്തത് വിശ്വഭുക് എന്നാണ്. വിശ്വഭുക്, വിശ്വത്തെ ഭുക് ആയിട്ടുള്ളവൻ. ഭുക് എന്ന് പറഞ്ഞ വാക്കിന് ഭോഗം ചെയ്യുന്നവൻ എന്നൊരർത്ഥമുണ്ട്. വിശ്വത്തെ ഭോഗം ചെയ്യുന്നവൻ, വിശ്വത്തെ അനുഭവിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. വിശ്വത്തെ അനുഭവിക്കുക, വിശ്വത്തിന്റെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നയാൾ എന്നൊരു അർത്ഥം ആണ് എടുക്കാൻ സാധിക്കും. വിശ്വത്തെ ഭോഗം ചെയ്യാൻ വിശ്വത്തെ അനുഭവിക്കുക. വിശ്വത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വത്തെ സൃഷ്ടിച്ചത്. അങ്ങനെ അനുഭവിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പൊ വിശ്വത്തെ മുഴുവൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ വിശ്വത്തിന്റെ എല്ലാ സ്ഥലത്തും വ്യാപിക്കാതെ വിശ്വത്തെ മുഴുവൻ അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിശ്വത്തെ മുഴുവൻ, വിശ്വത്തിൽ എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നൊരർത്ഥം വേണമെങ്കിൽ എടുക്കാം. വിശ്വഭുക്. വിശ്വത്തെ ഭോഗം ചെയ്യുന്നവൻ എന്നൊരർത്ഥം. വിഭു എന്നുള്ളതിന് എല്ലാ സ്ഥലത്തും ഉള്ളവൻ എന്നൊരർത്ഥം എടുക്കാം. വിഭു, വിഭുത്വം, വൈഭവം, വിഭുത്വം, ഐശ്വര്യങ്ങള് എന്നൊക്കെയുള്ള അർത്ഥത്തിലൊക്കെ പലപ്പോഴും എടുക്കാറുണ്ട് വിഭു എന്നുള്ള വാക്ക്. ഏതായാലും എല്ലാ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നുള്ള അർത്ഥം തന്നെയാണ് ഈ വിഭു എന്നുള്ളതിനും കൂടുതലായിട്ട് വരിക. വിശ്വഭുക്ക് എന്നുള്ളതിന് വിശ്വത്തെ ഭോഗം ചെയ്യുന്നവൻ, അനുഭവിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം എടുക്കാം. അപ്പം വിശ്വഭുക്ക് എന്നുള്ളത് ഭുജൗ ഭുജ, ജകാരാന്തായിട്ടുള്ള രൂപമാണ്. വിശ്വഭുജേ നമ എന്ന് വരും. വിശ്വഭുജേ, വിശ്വഭുക്, ഭുക്, ഭുജൗ ഭുജ, ഭുജേ, ഭുജാ ഭുഗ്ഭ്യാം ഭുഗ്ഭി, ഭുജേ ഭുഗ്ഭ്യ. അപ്പൊ ഭുജേ എന്ന് വരും രൂപം. അപ്പൊ ജകാരാന്തായിട്ടുള്ള രൂപമാണ് വിശ്വഭുജേ നമ എന്ന്. പിന്നെ വിഭു എന്നുള്ളത് ഉകാരാന്തായിട്ടുള്ള രൂപമാണ്. വിഭവേ നമ എന്ന് വരും. വിശ്വഭുജേ നമ, വിഭവേ നമ. സുപ്രസാദായ നമ, പ്രസന്നാത്മനേ നമ, വിശ്വധൃഷേ നമ, വിശ്വഭുജേ നമ, വിഭവേ നമ. വിഭു, വിശ്വധൃക്, വിശ്വഭുക്, വിഭു. പിന്നെ സത്കർത്ത എന്നല്ലേ. സത്കർത്ത, സത്കർത്ത, സത്ത് ആയിട്ടുള്ളതിനെ കർത്ത, അതിനെ കരണം ചെയ്യുന്നയാൾ. കരണം ചെയ്യുക എന്നാണ് ചെയ്യുക എന്നർത്ഥം. ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാൾ എന്നർത്ഥം. സത്കർത്ത, സത്ത് ആയിട്ടുള്ളതിനെ കരണം ചെയ്യുക, അതിൻ്റെയൊക്കെ കർത്താവായിട്ടുള്ളയാള്. കർത്താവാണ് ചെയ്യുക. അപ്പൊ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നയാൾ എന്നുള്ള അർത്ഥത്തിൽ സത്കർത്ത. നല്ലതിനെ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ നല്ലതിനെ വേണ്ട പരിഗണന കൊടുക്കുന്നയാൾ എന്നൊരർത്ഥവും കൂടി അതിലേക്ക് കുറച്ചുകൂടി ആയിട്ട് കിട്ടും. സത്കർത്ത, കർത്താ, കർത്താരവും കർത്താര എന്ന രൂപം വരിക. ഋകാരാന്തായുള്ള കർത്തൃശബ്ദമാണ് സത്കർത്ത. കർത്രേ എന്ന് രൂപം വരും. പിത്രേ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ സത്കർത്രേ നമ എന്ന് രൂപം വരും. ഋകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പോ സത്കർത്രേ നമ അങ്ങനെയാണ് നാമാവലിയായിട്ട് വരുമ്പോൾ വരിക. അടുത്തത് സത്കർത്ത, സത്കൃത, സത്ത് കൃത, സത്കൃത. സത്കൃതൻ എന്നുള്ള വാക്കിന് സത്കരിക്കപ്പെട്ടവൻ എന്നൊരർത്ഥമുണ്ട്. സത്കരിക്കപ്പെട്ടവൻ, സത്തുക്കളാൽ കൃതൻ. സത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സജ്ജനങ്ങളാണ് സത്തുക്കൾ.
സജ്ജനങ്ങൾ. അപ്പൊ സജ്ജനങ്ങളാൽ കൃത, ചെയ്യപ്പെട്ടവൻ. എന്ത് ചെയ്യപ്പെട്ടവൻ? അവരെന്താ ചെയ്യുക? സജ്ജനങ്ങള് ആരാധിക്കുക. സജ്ജനങ്ങളാൽ ആരാധിക്കപ്പെട്ടവൻ, സാധുക്കളാൽ പൂജിക്കപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥം. നല്ല നല്ല ആൾക്കാരാൽ പൂജിക്കപ്പെടുന്നവൻ, സജ്ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നവൻ. സത്കൃത, അകാരാന്തായിട്ടുള്ള രൂപമാണ് സത്കൃതായ എന്ന് കിട്ടും. സത്കൃതായ, സത്കർത്ത, സത്കൃത. അടുത്തത് സാധു എന്നുള്ള രൂപം. സാധു, സാധു, സാധു ഉകാരാന്തായിട്ടുള്ള രൂപമാണ് സാധവേ എന്ന് കിട്ടും. വിഭു വിഭവേ എന്ന് കിട്ടിയതുപോലെ തന്നെ സാധു സാധവേ എന്നായി. സാധു എന്നുള്ള വാക്കിന് നല്ല ആള് എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ നല്ലയാള് ആകുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാൾ, നല്ല ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നയാൾ, ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭക്തന്മാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നയാൾ. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം വിശാലമായിട്ട് പറയാം. സാധവേ നമ. അടുത്തത് ജഹ്നു എന്നാണ്. ജഹ്നു എഴുതുമെങ്കിലും ജഹ്നു എന്ന് വായിക്കണം. അതും ഉകാരാന്നായിട്ടുള്ള രൂപമാണ്. ജഹ്നവേ എന്ന് കിട്ടും. സാധുർ ജഹ്നു, ജഹ്നവേ എന്ന് രൂപം കിട്ടും. ജഹ്നവേ. ജഹ്നു എന്ന് പറഞ്ഞാല് ഈ പലതിനെയും മറച്ചു വെക്കുന്നയാൾ എന്നുള്ള അർത്ഥമാണ്. ഭക്തന്മാർക്ക് എല്ലാം കൊടുക്കും, അവർക്ക് വേണ്ട ദർശനം കൊടുക്കും, ഒക്കെ കൊടുക്കും. പക്ഷെ ഭക്തന്മാരല്ല ആയിട്ടുള്ള അല്ലാത്തവർക്ക് അത്ര എളുപ്പമല്ല ഭഗവാനെ കണ്ടുപിടിക്കാൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ജഹ്നു എന്നുള്ള മറച്ചു വെക്കുന്നവൻ. ഭക്തന്മാരല്ലാത്ത ആൾക്കാരിൽ നിന്ന് തന്റെ മഹത്വം അവരെ മനസ്സിലാക്കി കൊടുക്കാൻ നിൽക്കില്ല. അങ്ങനെയുള്ള ആൾ, തന്റെ മഹത്വം മറച്ചു വെക്കുന്നയാൾ എന്നൊക്കെ അർത്ഥം കിട്ടും. അപ്പൊ ജഹ്നവേ നമ. നാരായണ. അടുത്തത് നാരായണ എന്നാണ്. നാരായണ, അത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. നാരായണായ എന്ന് കിട്ടും. നാരായണായ നമ. അപ്പൊ നാരായണ എന്നുള്ളതിന് പല പല അർത്ഥങ്ങള് പറയാറുണ്ട്. നാരം അയനം ആയിട്ടുള്ളവൻ എന്നൊരർത്ഥം പറയും. നാരത്തിലേക്കുള്ള അയനം എന്നൊരർത്ഥം പറയും. അപ്പൊ ഇത് രണ്ടിനും രണ്ട് തരത്തിൽ അർത്ഥം പറയുന്നുണ്ട്. നാരം അയനം യസ്യ. നാരത്തില് ശയിക്കുന്നവൻ എന്നൊരർത്ഥം കൂടി പറയാറുണ്ട്. നാരം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ആ വെള്ളത്തില് ശയിക്കുന്നവൻ, പാലാഴിയിൽ കിടക്കുന്നവൻ എന്നൊരർത്ഥം പറയാറുണ്ട് ചിലര്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ നാരം എന്നുള്ളതിന് മോക്ഷം എന്നൊരർത്ഥമുണ്ട്, അറിവ് എന്നൊരർത്ഥമുണ്ട്. നാരം, അപ്പൊ നാരം, നാരത്തിലേക്കുള്ള അയനം, അറിവിലേക്കുള്ള യാത്ര. അയനം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. രാമായണം, രാമന്റെ അയനം. അയനം എന്ന് പറഞ്ഞാൽ യാത്ര എന്നുള്ള അർത്ഥമാണ്. അപ്പോ നാരായണ, അറിവിലേക്കുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. മോക്ഷത്തിലേക്കുള്ള യാത്ര അങ്ങനെയും പറയാം. നാരം അയനം യസ്യ. ഈ നാരദൻ എന്നുള്ള വാക്കിന് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാണ്. നാരദൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. നാരം ദദാതി ഇതി നാരദ. നാരം ദദാതി ഇതി നാരദ. അറിവ് കൊടുക്കുന്നയാളാണ് നാരദൻ. മോക്ഷത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നയാളാണ് നാരദൻ. അപ്പൊ നാരം എന്നുള്ളതിന് മോക്ഷം, അറിവ് എന്നൊക്കെ അർത്ഥം. അപ്പൊ നാരായണ, നാരായണ എന്ന് പറയുമ്പോൾ മോക്ഷത്തിലേക്കുള്ള മാർഗം, അറിവിലേക്കുള്ള മാർഗം എന്നൊക്കെ അർത്ഥം. അപ്പൊ നാരായണ, നാരായണായ. അടുത്തത് നര. നരൻ. നരൻ എന്നുള്ള വാക്കിന് പിന്നെ സാധാരണ നിലയ്ക്ക് ഈ രണ്ടർത്ഥങ്ങൾ പറയും. ഈ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന സമയത്താണ് അവിടെ ഈ നാശം, ഈ നരയുള്ളവൻ, നരൻ എന്നൊക്കെ പറയുമെങ്കിലും അതല്ല ശരിക്കുള്ള അർത്ഥം. നര എന്നുള്ള വാക്കിന് നാശമില്ലാത്തവൻ എന്നുള്ള ഒരു അർത്ഥമാണ് എടുക്കാൻ പറ്റുക. അപ്പൊ അവിടെ ഈ ഭഗവാന്റെ രണ്ട് രൂപങ്ങളാണ് നരനും നാരായണനും. മഹാവിഷ്ണു തന്നെ
2 രൂപമായിട്ട് വന്നതാണ് നരനാരായണന്മാർ. അതിലെ നാരായണനും അതിലെ നരനും രണ്ടുപേരും ഒരേ പ്രഭാവത്തോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ്. ഈ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ നരൻ എന്നുള്ള പ്രയോഗം ചെയ്തിട്ടുള്ളത്. നാശമില്ലാത്തവനാണ്. അതുപോലെ തന്നെ ഈ നരൻ എന്നുള്ളതിന് നേതാവ് എന്നൊരർത്ഥം ഉണ്ട്. നേതാവായിട്ടുള്ള ആള് എന്നൊരർത്ഥം ഉണ്ട്. അപ്പൊ അവിടെ നര അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ നരായ എന്ന് വരും. നരായ നമ, ഇങ്ങനെയാണ് അർത്ഥം വരിക. അപ്പോ സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുവിഭോ സത്കർത്താ സത്കൃത സാധുർജന്യുർനാരായണോ നര. ഇത്രയാണ് 26ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം വരിക. ഇനി നമുക്ക് 27ാമത്തെ ശ്ലോകം നോക്കാം. അസംഖ്യേയ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൃത് ശുചി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധിദ സിദ്ധിസാധന അസംഖ്യേയ. അവിടെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. അസംഖ്യേ, അവിടെ ഖ എന്നുള്ളത് അധികരം ആയിട്ടുള്ള അക്ഷരാണ്. രണ്ടാമത്തെ അക്ഷരാണ്. അസംഖ്യേയ, ഖ എന്നുള്ളത് അധികരം ആണ്. അസംഖ്യേയ, 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 അസംഖ്യേയ. അടുത്തത് അപ്രമേയാത്മാ. അപ്രമേയാത്മാ, 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 അസംഖ്യേയോ. അസംഖ്യേയ എന്നുള്ളത് അസംഖ്യേയോ എന്നായി മാറും. വിസർഗം ഓകാരായിട്ട് അസംഖ്യേയോ. പിന്നെ അപ്രമേയാത്മാ, അസംഖ്യേയോ അപ്രമേയാത്മാ കൂടി വരുന്ന സമയത്ത് അസംഖ്യേയോ എന്ന് കഴിഞ്ഞിട്ട് അകാരം, അപ്രമേയാത്മാ എന്നുള്ളതിന്റെ അകാരം അങ്ങോട്ട് ലോപിക്കും. അവിടെ ഒരു പ്രശ്ലേഷം വരും. അപ്പോൾ കൂട്ടിച്ചെല്ലുമ്പോ അസംഖ്യേയോ പ്രമേയാത്മാ. അവിടെ പ്രശ്ലേഷം കണ്ടാൽ മനസ്സിലാക്കണം അകാരത്തിന്റെ സൂചനയാണ്. അത് അകാരം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയും. അസംഖ്യേയോ പ്രമേയാത്മാ, അസംഖ്യേയോ പ്രമേയാത്മാ, അസംഖ്യേയോ പ്രമേയാത്മാ, അസംഖ്യേയോ പ്രമേയാത്മാ, വിശിഷ്ട. വിശിഷ്ട, ഷ്ടന്നേ ഉള്ളൂ, ഷ്ടാന്ന് ആയി പോവരുത്. വിശിഷ്ട, ഷ്ട വിസർഗോ. വിശിഷ്ട ഷ്ടാന്നാവരുത്. വിശിഷ്ട വിസർഗം. വിശിഷ്ട. വിശിഷ്ട. ശിഷ്ടകൃത്, ശിഷ്ടകൃത്, ശിഷ്ടകൃത്. വിശിഷ്ട പിന്നെ ശിഷ്ടകൃത്ത് കൂടുമ്പോ വിശിഷ്ട എന്നുള്ള വിസർഗം സകാരമായിട്ട് പിന്നെ ശകാരായിട്ട് ശിഷ്ടകൃത്ത് എന്നുള്ളതിന്റെ കൂടെ ശീന്നാവും. അപ്പോ വിശിഷ്ട ശിഷ്ടകൃത്
വിശിഷ്ടശിഷ്ടകൃത്ത്. വിശിഷ്ടശിഷ്ടകൃത്ത്. പിന്നെ ശുചി. ശുചി. ശിഷ്ടകൃത്ത് ശുചി. കൃത്ത് ശുചി. ത് ശു. അവിടെ കൂടി വരുമ്പോ ശിഷ്ടകൃ ഛു എന്നായി മാറും. ത് ശു കൂടി വരുമ്പോ ത് ശു കൂടി വരുമ്പോഴവിടെ ഛു എന്നായി മാറും. വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി എന്നാവുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ശിഷ്ടകൃത് ശു, ശിഷ്ടകൃത് ഛു എന്നാവും. ശിഷ്ടകൃത് ഛു ചി, ശിഷ്ടകൃത് ശുചി. ശിഷ്ടകൃത്ത് ശുചി, ശിഷ്ടകൃത് ശുചി. അതാണ് ശിഷ്ടകൃത് ശുചി എന്നാവും. പക്ഷെ പദം മുറിക്കുമ്പോൾ ശിഷ്ടകൃത്ത് ശുചി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ശിഷ്ടകൃത് ശുചി. വിശിഷ്ടശിഷ്ടകൃത് ശുചി. വിശിഷ്ടശിഷ്ടകൃത് ശുചി. വിശിഷ്ടശിഷ്ടകൃത് ശുചി. അസംഖ്യേയോ പ്രമേയാത്മാ. വിശിഷ്ടശിഷ്ടകൃത് ശുചി. സിദ്ധാർത്ഥ. സി കഴിഞ്ഞിട്ട് ധ എന്നാണ്. ധ. ധ. അതില് ധകാരം പിന്നെ ധകാരം. അതിലെ ധകാരം എന്ന് പറയുന്നത് ഘോഷാക്ഷരാണ്. സിദ്. സിദ്ധ. സിദ്ധാർ. പിന്നെയുള്ള ഥ എന്നുള്ള അക്ഷരാണ്. അത് അധികരമായിട്ടുള്ള ത കഴിഞ്ഞിട്ട് വരുന്ന ഥ എന്നുള്ള രണ്ടാമത്തെ അക്ഷരാണ്. ഥ. സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ വിസർഗോ. സിദ്ധാർത്ഥ. പിന്നെ സിദ്ധ. സിദ്ധാർത്ഥ കഴിഞ്ഞിട്ട് സിദ്ധ. സങ്കൽപ്പ. സംക. സംക. അതാണ് സംക. സങ്കൽപ്പ. ലിപ് ആ വിസർഗം. സങ്കൽപ്പ. സങ്കൽപ്പ. സിദ്ധ സങ്കൽപ്പ. സിദ്ധ സങ്കൽപ്പ. സിദ്ധാർത്ഥ ആ വിസർഗം സിദ്ധസങ്കല്പ എന്നുള്ളതിന്റെ കൂടെ കൂടുമ്പോഴേ സിദ്ധ എന്നുള്ള വരുന്ന സകാരം ഇരട്ടിക്കും. സിദ്ധാർത്ഥ സിദ്ധസങ്കല്പ. സിദ്ധാർത്ഥ സിദ്ധസങ്കല്പ. സിദ്ധാർത്ഥ സിദ്ധസങ്കല്പ. സിദ്ധാർത്ഥ സിദ്ധസങ്കല്പ. അടുത്തത് സിദ്ധി. ധി എന്നുള്ള എൻ്റെ ഒക്കെ ഉച്ചാരണം മനസ്സിലായല്ലോ. ഇ സിദ്ധി. സിദ്ധി. സിദ്ധിദ. സിദ്ധിദ. സിദ്ധി സാധന. സാധ എന്നാണ്. സിദ്ധി സാധന. സിദ്ധിദ ആ വിസർഗം അടുത്ത സിദ്ധിയുടെ കൂടെ സകാരത്തിന്റെ കൂടെ കൂടുമ്പോ ആ സകാരം ഇരട്ടിച്ചിട്ട് സിദ്ധിദ സിദ്ധി സാധന. സിദ്ധിദ സിദ്ധി സാധന.
സിദ്ധിദ സിദ്ധി സാധന. സിദ്ധിദ സിദ്ധി സാധന. സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ. സിദ്ധിദ സിദ്ധി സാധന. അതേപോലെ ഒരുമിച്ച് ചൊല്ലി പോകുന്ന സമയത്താകുമ്പോ സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ എന്ന് കഴിഞ്ഞിട്ട് ആ വിസർഗവും അടുത്ത സിദ്ധിത എന്നുള്ളതിന്റെ കൂടെ കൂടാം. അപ്പൊ സിദ്ധാവും. അപ്പൊ സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിദ സിദ്ധി അങ്ങനെ വരും. സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിദ സിദ്ധി സാധന എന്ന് വരും. സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിദ സിദ്ധി സാധന. അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃച്ഛുചി. സിദ്ധാർത്ഥ സിദ്ധ സങ്കൽപ്പ സിദ്ധിദ സിദ്ധി സാധന. അസംഖ്യേയ. അസംഖ്യേയ. അസംഖ്യം എന്ന് പറഞ്ഞാൽ സംഖ്യം, സംഖ്യ, സംഖ്യാസംബന്ധമാണ് സംഖ്യം. അസംഖ്യം എന്ന് പറഞ്ഞാൽ ധാരാളം എന്നൊക്കെയുള്ള അർത്ഥമാണ്. സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ. അസംഖ്യം എന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ പറ്റാത്ത എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുക. അപ്പോ എണ്ണം കണക്കാക്കാൻ പറ്റാത്ത എന്നർത്ഥം. അസംഖ്യം എന്ന് പറയുമ്പോൾ എണ്ണം എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത എന്നൊക്കെ അർത്ഥമാണ് വരിക അസംഖ്യം എന്നുള്ളത്. അപ്പൊ അസംഖ്യമായിട്ടുള്ള പലതുമുള്ളയാൾ, അതാണ് അസംഖ്യ. അസംഖ്യേയ എന്ന് പറയുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും വിഷയങ്ങളോട് കൂടിയ ആൾ എന്നർത്ഥം. അസംഖ്യം, അസംഖ്യമായിട്ടുള്ളവയോട് കൂടിയ ആൾ, അതാണ് അസംഖ്യേയ. അസംഖ്യമായിരിക്കുന്ന പലതുമുള്ളയാൾ, പലതുമുണ്ട്. എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാൽ ധാരാളം ഗുണങ്ങള്, അതുപോലെ ധാരാളം പേരുകള്, പലതരത്തിലുള്ള രൂപങ്ങള്, അങ്ങനെ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഏത് വിഷയം നോക്കിയാലും അതൊക്കെ ധാരാളം ഉണ്ടാവും. അങ്ങനെ പേരുകള്, എത്രയോ പേരുകളുണ്ട്. ഗുണങ്ങള്, എത്രയോ ഗുണങ്ങളുണ്ട്. എത്രയോ പേരുകള്, എത്രയോ രൂപങ്ങള്. അങ്ങനെ എന്തായാലും ശരി, തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അത്രയും വിഷയങ്ങളോട് കൂടിയ ആള് ആണ് അസംഖ്യേയ. അസംഖ്യമായിരിക്കുന്നവയോട് കൂടിയ ആൾ അസംഖ്യേയ. പിന്നെ അസംഖ്യ, അസംഖ്യം, അസംഖ്യേയ എന്നുള്ളത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. അസംഖ്യേയായ, അസംഖ്യേയായ എന്ന് കിട്ടും. അസംഖ്യേയായ നമഃ. അടുത്തത് അപ്രമേയാത്മാ. അപ്രമേയാത്മാ, അപ്രമേയാത്മാ, അപ്രമേയമായ ആത്മാവോട് കൂടിയ ആളാണ്. അപ്രമേയമായിട്ടുള്ള ആത്മാവ്. അപ്രമേയം എന്നൊക്കെ പറയുമ്പോ അതിനൊക്കെ വളരെ വിശദമായിട്ടൊക്കെ പറയേണ്ട അർത്ഥങ്ങളാണ്. പിന്നെ ഈ പ്രമേയം, പ്രമയ്ക്ക് കാരണമായിട്ടുള്ളതാണ് പ്രമേയം. പ്രമാ, അതിന് കാരണമായിട്ടുള്ളതാണ് പ്രമേയം. പ്രമേയം എന്ന് പറഞ്ഞാൽ അതാണ്. ഈ പ്രമ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പ്രകരുഷമായിട്ടുള്ള മാ, അതാണ് പ്രമ. അപ്രമേയം എന്ന് പറയുമ്പോൾ ഈ സാധാരണ നിലയ്ക്ക് ഇതിൻ്റെ ഒരു അർത്ഥം നേരിട്ട് പറയുമ്പോൾ പിന്നെ
ആത്മാവ് എന്ന് പറയുന്ന വാക്കിന് ആത്മാവോട് കൂടിയ ആള് എന്നർത്ഥം. അപ്രമേയമായിരിക്കുന്ന ആത്മാവോട് കൂടിയ ആള്. അത് പിന്നെ പല പല കാരണങ്ങളെ കൊണ്ടും നേരിട്ടല്ലാതെ ഈ രണ്ട് തരത്തിലും പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നയാളാണ്. അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? അറിവിലൂടെ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മളൊരു പ്രമേയം അവതരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു സാധനമാണ് പ്രമേയം എന്ന് പറയുന്നത്. എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് പ്രമേയം അവതരിപ്പിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലാവാൻ സാധിക്കുന്നത് അതാണ് പ്രമേയം എന്നുള്ളത്. ഇത് അറിവ് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നർത്ഥം. അതാണ് അപ്രമേയാത്മാ എന്ന് പറയാൻ കാരണം. പ്രമേയമായ ആത്മാവ് എന്ന് പറയാൻ വയ്യ. ഈ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അറിവ് വേണം. അറിവുണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഈ കാണുമ്പോഴേക്കും മനസ്സിലാവുന്ന സംഗതി അല്ല. അറിവില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അറിവിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നയാൾ എന്നർത്ഥം. അപ്രമേയ ആത്മാ. അപ്പൊ ആത്മാ എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു നകാരാന്തമാണ്. അപ്രമേയ ആത്മനേ നമ എന്ന് വരും. അപ്രമേയ ആത്മനേ നമ. ആത്മാ, ആത്മാനവും ആത്മാന. അപ്രമേയ ആത്മനെ നകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ അതിൻ്റെത് അപ്രമേയാത്മനേ നമ എന്ന് വരും. അസംഖ്യേയായ നമ, അപ്രമേയാത്മനേ നമ. അടുത്തത് വിശിഷ്ട. വിശേഷമായിട്ട് ശിഷ്ടമായിട്ടുള്ളയാൾ, വിശിഷ്ടൻ. നമ്മളൊക്കെ സാധാരണ എടുക്കുന്ന ഒരർത്ഥമുണ്ട് വിശിഷ്ടനായിട്ടുള്ള വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വളരെ ശ്രേഷ്ഠനായിട്ടുള്ള, ആദരിക്കപ്പെടേണ്ടതായിട്ടുള്ള വ്യക്തി എന്നൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ആ അർത്ഥം തന്നെയാണ് ശിഷ്ട. അപ്പൊ അത് ശിഷ്ടൻ, പൂജിതൻ, പൂജിക്കപ്പെടേണ്ടവൻ എന്നൊക്കെയുള്ള അർത്ഥം നമ്മൾ എടുക്കാറുണ്ട്. ശിഷ്ടന്മാരെ കണ്ട് നമിക്കുക, സജ്ജനങ്ങൾ എന്നുള്ള അർത്ഥത്തിലും ചിലരൊക്കെ പറയാറുണ്ട്. പൂജിക്കപ്പെടേണ്ടയാൾ എന്നുള്ള അർത്ഥത്തിൽ ശിഷ്ടൻ. അത് തന്നെയാണ് വിശേഷമായിട്ട് ശിഷ്ടനാണ്. ശിഷ്ടന്മാർ ധാരാളമുണ്ട്, സജ്ജനങ്ങൾ ധാരാളമുണ്ട്. അവരിൽ വെച്ച് വിശേഷമായിട്ടുള്ള ശിഷ്ടനാണ് വിശിഷ്ടൻ. സജ്ജനങ്ങളിൽ വെച്ച് സജ്ജനം എന്നർത്ഥം. അതിലെന്തോ ഒരു വൈശിഷ്ട്യമുള്ള സജ്ജനം എന്നർത്ഥം. അതാണ് വിശിഷ്ടൻ. പ്രകാരാന്തായിട്ടുള്ള രൂപമാണ് വിശിഷ്ടായ നമ എന്ന് കിട്ടും. പിന്നെ അടുത്തത് വിശിഷ്ടായ നമ. അടുത്തത് ശിഷ്ടകൃത്ത്. എന്നാവരുത്, ശിഷ്ടകൃത്ത്. ശിഷ്ടരേ കൃത്ത്, ശിഷ്ടരായിട്ട് കൃത്ത് എന്ന് അർത്ഥമെടുക്കാം. ശിഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടതിനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു ശിഷ്ടൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അപ്പോ അവർക്ക് വേണ്ടതിനൊക്കെ ചെയ്തു കൊടുക്കുന്നയാൾ ശിഷ്ടകൃത്ത്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പിന്നെ ശിഷ്ടരായിട്ട് ചെയ്യുന്നയാള്. ശിഷ്ടരായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ഈശ്വരനോട് ഭക്തിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെയൊക്കെ ശിഷ്ടരായിട്ട് ചെയ്യുന്നയാൾ, അവരെയൊക്കെ ശ്രേഷ്ഠരാക്കുന്നയാൾ, തൻ്റെ ഭക്തന്മാരെയൊക്കെ ശ്രേഷ്ഠരാക്കി മാറ്റുന്നയാൾ എന്നുള്ള അർത്ഥത്തില് ശിഷ്ടകൃത്ത് എന്നുള്ള പറയാം. ശിഷ്ടകൃത്ത് എന്നുള്ളത് തകാരാന്താണ്. ശിഷ്ടകൃതേ നമ എന്ന് രൂപം കിട്ടും. ശിഷ്ടകൃതേ, കൃതവും കൃത, അങ്ങനെ ശിഷ്ടകൃതേ നമ. മരുതേ എന്നൊക്കെ പറയുന്ന പോലെ ശിഷ്ടകൃതേ എന്നാണ് ചതുർത്ഥി വരിക. ശിഷ്ടകൃതേ നമ. അപ്പോ അസംഖ്യയായ നമ, അപ്രമേയാത്മനേ നമ, പിന്നെ വിശിഷ്ടായ നമ, ശിഷ്ടകൃതേ നമ എന്ന് വരും. പിന്നെയുള്ളത് ശുചി. ശുചി എന്നുള്ള വാക്ക്. ശുചി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയുന്ന അതേ അർത്ഥം തന്നെയാണ് ശുചിയായിട്ടുള്ളയാൾ,
പരിശുദ്ധനായിട്ടുള്ളയാൾ എന്നർത്ഥം തന്നെ. ഏറ്റവും ശുദ്ധനായിട്ടുള്ളയാൾ, പരിശുദ്ധനായിട്ടുള്ളയാൾ എന്നർത്ഥം. ശുചി, അത് ഇകാരാന്തായിട്ടുള്ള രൂപമാണ് ശുചി. അത് ശുചയേ നമ എന്ന് രൂപം. ശുചയേ നമ, ശിഷ്ടകൃതേ നമ, ശുചയേ നമ. അടുത്തത് സിദ്ധാർത്ഥ. സിദ്ധാർത്ഥ ഉച്ചാരണം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു. സിദ്ധാർത്ഥ, സിദ്ധമായ അർത്ഥത്തോടു കൂടിയ ആളാണ് സിദ്ധാർത്ഥ. സിദ്ധമായ അർത്ഥത്തോടു കൂടിയ ആള്. അർത്ഥം എന്നുള്ള വാക്കിന് എന്താണ്? പല തരത്തിൽ വരാറുണ്ട്. അർത്ഥം എന്നുള്ളതിന് പണം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. പിന്നെ വേറൊരർത്ഥം പുരുഷാർത്ഥങ്ങൾ, അതിനെയും അർത്ഥം എന്ന് പറയാറുണ്ട്. അർത്ഥചതുഷ്ടയം എന്നൊക്കെ പറയാറുണ്ട്. അർത്ഥ ചതുഷ്ടയം, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങള്, അതാണ് അർത്ഥങ്ങളായിട്ട് വരിക. 4 പുരുഷാർത്ഥങ്ങളായിട്ട് വരിക. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. ആ അർത്ഥങ്ങളെ സിദ്ധമായിട്ടുള്ളയാൾ. സിദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? അത് എനിക്ക് ഇന്നത് സിദ്ധനാണ്, ഇന്ന സിദ്ധി എനിക്കുണ്ട്, ഞാൻ എനിക്ക് കിട്ടി എന്നുള്ള അർത്ഥത്തിൽ തത് മമ സിദ്ധം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സംഭാഷണത്തിലൊക്കെ, സംസ്കൃത സംഭാഷണത്തിലൊക്കെ പറയും മമ സിദ്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി എന്നാണ്. തത് മമ സിദ്ധം, അതെനിക്ക് കിട്ടി. അപ്പൊ സിദ്ധമായ അർത്ഥത്തോടു കൂടിയാണ്. അർത്ഥം എന്ന് പറഞ്ഞതിന് പറഞ്ഞു പുരുഷാർത്ഥങ്ങളെന്നോ എന്തായാലും അങ്ങനെയുള്ളതൊക്കെ അർത്ഥം. ആ അർത്ഥങ്ങളൊക്കെ സിദ്ധനായിട്ടുള്ളയാൾ എന്നർത്ഥം. അതൊക്കെ സിദ്ധനായിട്ടുള്ളയാൾ എന്ന് പറയുമ്പോൾ അതൊക്കെ തനിക്ക് കൈവശമുള്ളയാൾ എന്നർത്ഥം. അതൊക്കെ തൻ്റെ കയ്യിൽ തന്നെ ഉള്ളയാൾ, അതാണ്. അപ്പൊ ആഗ്രഹങ്ങള്, നമുക്ക് വേണ്ടത് എല്ലാം കയ്യിലുള്ളയാൾ എന്നർത്ഥം. നമുക്ക് എന്തൊക്കെയാണോ ഭക്തന്മാർക്ക് ആവശ്യമുള്ളത് അതൊക്കെ കയ്യിൽ ഉള്ളയാൾ, അതൊക്കെ കൈവശം വെച്ചയാൾ എന്നർത്ഥം. സിദ്ധൻ, സിദ്ധസംഗൻ. അതാണ് നമ്മൾ സിദ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അത് കിട്ടിയയാൾ എന്നുള്ള അർത്ഥത്തിലാണ് സിദ്ധൻ. എന്തിനെ കിട്ടിയ ആളാണ് സിദ്ധനാവുക? ഈശ്വരനെ കിട്ടിയ ആളാണ് സിദ്ധൻ. ഈശ്വരനെ ഉള്ളിലേക്ക് കിട്ടിയ ആളാണ് സിദ്ധൻ എന്നൊക്കെ പറഞ്ഞാൽ ലഭിച്ചയാൾ. അപ്പൊ ഇവിടെ സിദ്ധാർത്ഥ എന്ന് പറയുമ്പോൾ അർത്ഥങ്ങളൊക്കെ സിദ്ധമായിട്ടുള്ളയാൾ, അർത്ഥങ്ങളൊക്കെ കൈവശമുള്ളയാൾ, കൈവശം വെച്ചയാൾ. കൈവശമുള്ള ആൾക്കല്ലേ കൊടുക്കാൻ കഴിയാം. അപ്പോ അർത്ഥങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ ഉള്ളയാൾ. പണക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ? പണം കയ്യിലുള്ള ആളാണ്. അങ്ങനെയുള്ള ആൾക്കല്ലേ കൊടുക്കാൻ സാധിക്കുള്ളൂ. പണക്കാരനല്ലേ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ അർത്ഥങ്ങളൊക്കെ കൈവശമുള്ളയാൾ എന്നർത്ഥം. അപ്പോൾ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വ്യംഗ്യാർത്ഥം കൂടി വരും. അർത്ഥങ്ങളൊക്കെ കൊടുക്കുന്നയാൾ എന്ന അർത്ഥം കൂടി വരാം. പക്ഷെ അത് വേറെ വരുന്നുണ്ട്. സിദ്ധസങ്കൽപ്പ, സിദ്ധമായ സങ്കല്പത്തോടു കൂടിയയാൾ. സങ്കല്പം, സംകല്പം, കൽപ്പനം ചെയ്യുക, അതാണ് കൽപ്പനം. കൽപ്പനം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കൽപ്പനം ചെയ്യുക. സങ്കല്പിക്കുക നമ്മൾ സാധാരണ പറയാറുണ്ട്. സങ്കല്പം, ആ അർത്ഥം നമുക്കറിയാം. അത് തന്നെ സങ്കല്പം എന്നുള്ള അതേ അർത്ഥം തന്നെ. കൽപ്പയതി, കൽപ്പിക്കുക. സംകൽപ്പിക്കുക, വേണ്ടതുപോലെ കൽപ്പിക്കുക. സിദ്ധസങ്കല്പ. അപ്പോ സങ്കല്പങ്ങളെയൊക്കെ സിദ്ധമാക്കുന്നയാൾ. ഓരോരുത്തർക്കും ഓരോ കൽപ്പനകൾ ഉണ്ടാവും, സങ്കല്പങ്ങൾ ഉണ്ടാവും. എനിക്ക് ഇന്ന ഇത് കാര്യങ്ങൾ ചെയ്യണം. നല്ല നല്ല സങ്കല്പങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈശ്വര ഭജനം ചെയ്യണം, ഈശ്വരനെ സാക്ഷാത്കരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ സങ്കല്പങ്ങളൊക്കെ സിദ്ധമായിട്ട് ചെയ്യുന്നയാൾ, അത് കിട്ടി സങ്കല്പങ്ങളെയൊക്കെ സാധൂകരിക്കുന്നയാൾ, അതിനെയൊക്കെ സാധിച്ചു കൊടുക്കുന്നയാൾ, സിദ്ധമായിട്ട് മാറ്റുന്നയാൾ, അതാണ് സിദ്ധസങ്കല്പ. സങ്കല്പങ്ങളെ സിദ്ധമാക്കുന്നവൻ എന്നർത്ഥം. സിദ്ധസങ്കല്പ, ആഗ്രഹങ്ങൾ നിറവേറ്റുന്നയാൾ. എപ്പോഴും
സങ്കല്പ എന്നുള്ളത് അകാരാന്താണ്. സിദ്ധാർത്ഥ എന്നുള്ളതും അകാരാന്താണ്. സിദ്ധാർത്ഥായ നമ. സിദ്ധസങ്കല്പ എന്നുള്ളത് അകാരാന്താണ്. സിദ്ധസങ്കല്പായ നമ. അടുത്തത് സിദ്ധിദ. സിദ്ധിദ. ദ എന്നുള്ള വാക്കിനെ കൊണ്ട് പൊതുവെ ദാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുക. സിദ്ധിദ, സിദ്ധിയെ ദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. അപ്പൊ സിദ്ധികളെ എന്നർത്ഥം. സിദ്ധികൾ എന്ന് പറയുമ്പോൾ പല പല സിദ്ധികളുണ്ട്. ഈ മനുഷ്യന്മാർക്ക് ഉള്ളതല്ലാത്ത അമാനുഷികമായിട്ടുള്ളതിനൊക്കെയാണ് പല പല ശക്തികളുണ്ട്. ആ ശക്തികളെയൊക്കെ സിദ്ധികളായിട്ട് പറയും. ആ സിദ്ധികളെയൊക്കെ ദാനം ചെയ്യുന്ന, കൊടുക്കുന്നയാൾ. മനുഷ്യന്മാർക്ക് ഉള്ളത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ളതിനെയും കൊടുക്കുന്നയാൾ എന്നർത്ഥം. സിദ്ധിദ. അതുകൊണ്ടാണ് ദ സിദ്ധിതൻ, സിദ്ധിയെ കൊടുക്കുന്നവൻ എന്നുള്ളത് ഇനി വേറെ വരുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. സിദ്ധിദ, സിദ്ധിയെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സിദ്ധികള് അതിനെയൊക്കെ കൊടുക്കുന്നയാൾ. സിദ്ധിദ. അവിടെയും അകാരാന്താണ്. സിദ്ധിദായ എന്ന് വരും. സിദ്ധിദായ നമ. പിന്നെയുള്ളത് സിദ്ധി സാധന. സിദ്ധി സാധന. സിദ്ധിയെ സാധന. സിദ്ധി സാധന. സിദ്ധി അതിനെയൊക്കെ സാധന ആക്കുന്നവർ. ആ സിദ്ധികള് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് സാധന വേണം എന്ന് നമ്മൾ പൊതുവെ സാധകന്മാരാവണം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ സിദ്ധിക്ക് വേണ്ടതായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനൊക്കെ ഉപാധികൾ എന്ന് പറയാം. സിദ്ധിക്ക് വേണ്ടതായിട്ടുള്ള ഉപാധികൾ, ആ ഉപാധികളെ ആ ഉപാധികളെയൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഫലം ഉണ്ടാവുക, ഫലസിദ്ധിയൊക്കെ ഉണ്ടാവുക. അതിനെ സുഖകരമായിട്ട് മാറ്റുന്നയാൾ. സിദ്ധിയെ സാധനം ചെയ്തുകൊണ്ട് സാധനയിലൂടെ ആ സിദ്ധിയെ സാധനയിലൂടെ നയിക്കുക. അതാണ് സാധനയിലൂടെ. സാധന എന്നുള്ളതിന് നയിക്കുക, സാധനം ചെയ്തിട്ട് നയിക്കുന്നയാൾ. അപ്പൊ സാധന ചെയ്തു കഴിഞ്ഞാൽ ആ സിദ്ധികളൊക്കെ ഉണ്ടാവും എന്നർത്ഥം. അതാണ് സിദ്ധി സാധന. സിദ്ധിയെ സാധിപ്പിച്ചു കൊടുക്കുന്നവൻ എന്ന് നമുക്ക് മലയാളത്തില് അങ്ങനെ ഒരു അർത്ഥവും പറയാം. സിദ്ധികളൊക്കെ സാധിച്ചു കൊടുക്കുന്നയാൾ, ആ സിദ്ധി വേണ്ട വഴികളെയൊക്കെ നമുക്ക് തരുന്നയാൾ എന്നൊക്കെ അർത്ഥമെടുക്കാം. അപ്പൊ സിദ്ധി സാധന, അതും അകാരാന്തായിട്ടുള്ള രൂപമാണ്. സിദ്ധി സാധനായ എന്ന് കിട്ടും. സിദ്ധി സാധനായ നമ. അപ്പോ എന്തൊക്കെയാണ്? അസംഖ്യേയായ നമ, അപ്രമേയാത്മനേ നമ, വിശിഷ്ടായ നമ, ശിഷ്ടകൃതേ നമ, ശുചയേ നമ, സിദ്ധാർത്ഥായ നമ, സിദ്ധസങ്കല്പായ നമ, സിദ്ധിദായ നമ, സിദ്ധിസാധനായ നമ. ഇത്രയും രൂപങ്ങളാണ് അതിലുള്ളത്. അതിന്റെ മുമ്പത്തെ 26-ാമത്തേല് സുപ്രസാദായ നമ, പ്രസന്നാത്മനേ നമ, വിശ്വധൃഷേ നമ, വിശ്വഭുജേ നമ, വിഭവേ നമ, സത്കർത്രേ നമ, സത്കൃതായ നമ, സാധവേ നമ, ജഹ്നവേ നമ, നാരായണായ നമ, നരായ നമ. പിന്നെയാണ് അസംഖ്യേയായ നമ, അപ്രമേയാത്മനേ നമ, വിശിഷ്ടായ നമ, ശിഷ്ടകൃതേ നമ, ശുചയേ നമ, സിദ്ധാർത്ഥായ നമ, സിദ്ധസങ്കല്പായ നമ, സിദ്ധിദായ നമ, സിദ്ധി സാധനായ നമ. അപ്പൊ നമുക്ക് അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃച്ഛുചി സിദ്ധാർത്ഥ സിദ്ധസങ്കല്പ സിദ്ധിദ സിദ്ധി സാധന. 2 ശ്ലോകവും ഒന്ന് ചൊല്ലി നോക്കാം. സുപ്രസാദ പ്രസന്നാത്മാ വിശ്വധൃക് വിശ്വഭുഗ് വിഭോ സത്കർത്താ സത്കൃത സാധുർജന്യുർനാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃച്ഛുചി സിദ്ധാർത്ഥ സിദ്ധസങ്കല്പ സിദ്ധിദ സിദ്ധി സാധന. ഈ പറഞ്ഞതിലൊക്കെ ചിലതിലൊക്കെ
ഇകാരം ഒക്കെ കുറഞ്ഞൊക്കെ വരും. സിദ്ധസങ്കല്പ എന്നൊക്കെ ചിലപ്പോൾ കണ്ടുവന്ന്, സിദ്ധിസങ്കല്പ, അതുപോലെ സിദ്ധസാധന എന്നൊക്കെ ചിലപ്പോൾ കണ്ടുവന്ന് വരാം. പക്ഷെ ഇപ്പൊ ഈ നമ്മൾ പറയുന്നത് പോലെ ഉള്ളതാണ് കുറച്ചുകൂടി ശരിയായിട്ടുള്ളത് എന്നാണ് എൻ്റെ തോന്നുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് ഈ 2 ശ്ലോകങ്ങൾ അവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും പഠിക്കുകയും കൂടെ കൂട്ടത്തിൽ തന്നെ കഴിയണം. ഇനി എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇത് നിർത്തിയതിന് ശേഷമോ ആയിട്ട് ചോദിക്കാം.